ഹായ് ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അതിരടിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ദിവസത്തെ പോലെയാണ് ഇന്ന് രാത്രിയിലാണ് നമ്മൾ റിവ്യൂ പറയുന്നത്. ഒരു പ്രീമിയർ ഷോ ആണ്. അത് എന്തുകൊണ്ട് 6:30 വെച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു റിവ്യൂവേഴ്സ് രാത്രി ഇടാതിരിക്കാനാണോ എനിക്ക് തോന്നുന്നു. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം തലേദിവസം രാത്രി ഇട്ടിട്ട് അപ്പൊ തന്നെ എല്ലാരും റിവ്യൂസ് എല്ലാരും പൊക്കി പാടുന്നു, പാടുന്നു. ഇപ്പോഴും പിറ്റേ ദിവസം തുടങ്ങും തൊട്ട് ഹൗസ്ഫുൾ. പടം നല്ല, അവർക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഇന്റർവ്യൂവിലും എല്ലാത്തിലും അവര് വന്നിരുന്നത് പറഞ്ഞത്. അതില് ബേസിൽ പറഞ്ഞ പോലെ ഒരു സംഭവം തന്നെയാണ് എനിക്കും തോന്നിയത്. അവര് ഒരു ആക്ഷൻ പടമാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ചെയ്തു വന്നപ്പോ കോമഡി എന്നുള്ള രീതിയിൽ അല്ല, ഒരു കോമഡിയാണ് മെയിൻലി. ഇത് ആക്ഷനും ഇമോഷൻ സാധനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരു കോമഡിയാണ് ഇതിന്റെ മെയിൻ കാമ്പെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ മൊത്തത്തില് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. കാര്യം ഒരുപാട് ചിരിക്കാൻ സാധനം ഉണ്ടായിരുന്നു. ഇമോഷൻ സാധനങ്ങളൊന്നും വർക്കായില്ല. ആക്ഷനും കാര്യങ്ങളും എല്ലാം കൊള്ളായിരുന്നു. മൊത്തത്തിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാ? എനിക്ക് സെക്കൻഡ് ഹാഫില് അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല രസമായി. അപ്പോഴേ ഒരു ലാസ്റ്റ് നമുക്ക് ഇമോഷനും സന്തോഷമൊക്കെ വരും അവസാനമൊക്കെ എത്തുമ്പോൾ. എന്നിട്ട് പിന്നെ ഒരു ബേസിന്റെ ഒരു സ്പീച്ച് ഉണ്ട്, അതിൽ നമ്മൾ ഇതെല്ലാം ഓക്കെ ഇതെല്ലാം കൊള്ളാം, എനിക്ക് കൊള്ളാം തന്നെ തോന്നി. പക്ഷെ ഫസ്റ്റ് ഹാഫില് പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഇത് കാണിക്കുമ്പോൾ ഭയങ്കര ക്രിഞ്ചോസ്കി ആയിട്ട് തോന്നി. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഹ്യൂമർ കുറച്ച് ഈ പുതുതലമുറയുടെ മറ്റേ ഈ ബ്രെയിൻ റോട്ട് കോമഡി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ എഡിറ്റിങ്ങും ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ കണ്ണു പിടിക്കണില്ല, വയസ്സായതുപോലെ. കുറെ പറയാനുണ്ടെന്ന് തോന്നുന്നതാണ്. എനിക്ക് കുഴപ്പമില്ല, ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പിന്നെ കോമഡി തന്നെയായിരുന്നു, മൊത്തത്തിൽ കോമഡി ആയിരുന്നു. നീ പറഞ്ഞ എനിക്ക് ബേസിലെ ക്യാരക്ടർ കുറച്ച് തുടക്കത്തിൽ കുറച്ച് ഓവർ എക്സാജറേറ്റ് ആയി പോയല്ലോ കുറച്ചല്ലേ. ചില സീനുകളുണ്ട്, അപ്പൊ നമ്മളിങ്ങനെ അത് ആ ഒരു ഫീൽ എനിക്ക് തോന്നി. അവിടെ തോന്നിയാണ് ജെൻസിയുടെ വൈബാണോന്ന് അറിഞ്ഞില്ല. അവരിങ്ങനെ വൈബൊന്നും ആയിരിക്കും, നമ്മുടെ ഒരു വൈബിന്റെ പ്രശ്നമായിരിക്കും. അല്ല പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ ജെൻസി അല്ലേ? പക്ഷെ അല്ല, പുള്ളിക്കാരന്റെ കൂട്ടുകാരന്റെ ക്യാരക്ടർ ഓക്കെയാണല്ലോ. മറ്റേ അല്ല ബാക്കിയെല്ലാവരും ഓക്കെ തന്നെ. പക്ഷെ മറ്റേ പുള്ളി ഇങ്ങനെ ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഒരാൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അല്ലാതെ കുഴപ്പമില്ല, എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. നല്ല പ്രശ്നമൊന്നുമല്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. എൻ്റെ കാര്യം എനിക്ക് രസമുണ്ടായിരുന്നു, പടം രസമുണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ ബോറടിയൊന്നുമില്ല, നല്ല രസിച്ച് കണ്ടോണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ചതാണോ ഞാൻ രസിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവർ ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്തത് എനിക്ക് വളരെ കോമഡി ആയിട്ട് തുടക്കത്തിൽ പറഞ്ഞു. ആക്ഷൻ ഉദ്ദേശിച്ചിട്ട് അവസാനമൊക്കെ ആയപ്പോ കുറച്ച് കോമഡി സീരിയസ് ആയിട്ട് ചെയ്യണത് കോമഡി ആയിട്ട് തോന്നി. കാരണം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ ഒരു ചില മലങ്കൾട്ട് സിനിമകൾ ആസ്വദിക്കുന്ന ഒരു കോമഡി. അത് ചെറിയൊരു സ്ഥലമുണ്ട്, അത് പുള്ളിയുടെ അച്ഛനും മറ്റേ പുള്ളിയുടെ കൊച്ചാപ്പനും കൂടെ ഇങ്ങനെ എന്തോ സംസാരിക്കുമല്ലോ. സംസാരിച്ചതിന് ശേഷം പുള്ളി അകത്തേക്ക് കഥ അടയ്ക്കൂലേ. അപ്പൊ ഇത് ചെറിയൊരു ഇമോഷണൽ സീൻ എന്തോ ആണ്. എനിക്ക് അത് ചിരിയാണ്, എനിക്ക് ഭയങ്കര ചിരി വന്നു. പല ഭാഗത്തും ഇങ്ങനെ ചിരി. അവര് ഭയങ്കര ഇമോഷണലും സീരിയസ് ആയിട്ടൊക്കെ ചെയ്യണതും ഈ ബേസിൽ ചെയ്യുമ്പോഴേ എനിക്ക് എന്തോ കാസ്റ്റിങ്ങിന്റെ കുഴപ്പമാണോ എന്തോ. ബേസിൽ ചെയ്യുമ്പോഴ് സീരിയസ് ആണ്, എല്ലാ കാര്യങ്ങളും സീരിയസ് ആണ്. പക്ഷെ അതൊരു ഒരു കോമഡി, ഒരു എന്താ പറയണ്ടേ, ഒരു ഈ അശ്വിൻ ഗോക്ക് പറയും പോലെ മലങ്കൾട്ട് ആസ്വദിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെ ഫീൽ ചെയ്തു. ഒരു സ്പൂഫ് പോലെയൊക്കെ ഫീലായി, അങ്ങനെ തോന്നി എനിക്ക്. പിന്നെ ഒരുപാട് റെഫറൻസ് കോമഡി ഉണ്ട്. പിന്നെ ക്യാമിയോ തിയേറ്റർ ഇളക്കി മറിച്ചു. പിന്നെ ബേസിലിനെയും കാട്ടി കൈയുടെ പാൻ ഇന്ത്യന് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ പാൻ ഇന്ത്യനും ഞാൻ വിചാരിച്ചത്ര സ്ക്രീൻ ടൈമും ഇല്ല, റോളിന് ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. പുള്ളിയുടെ റീലിൽ അതേ ഒരു ആ ഒരു സ്റ്റൈല് തന്നെ പിടിച്ച് ചെയ്യാൻ പറഞ്ഞ പോലെ ആയിപ്പോയി. എനിക്ക് കുറച്ച് ചെറുതായി പോയോ എന്ന് തോന്നി, വളരെ ചെറുതായി പോലെ തോന്നി. പിന്നെ ദിനേശ് അങ്കിൾ ഉണ്ട്. ദിനേശ് അങ്കിൾ സാധാ ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ പറയുന്ന സാധനങ്ങളാണ് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടുമ്പോ മിക്കവാറും പറയായിരിക്കണം. പിന്നെ കുറെ ക്യാമിയോ ഉണ്ട്, പക്ഷെ നമ്മൾ പറയുന്നില്ല. അത് നിങ്ങൾ കാണുക, പോയി കാണുക.
അല്ലേ? അല്ല നമുക്ക് പറയാൻ പറ്റില്ല, റിവീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി കാണാം. അത് പിന്നെ എനിക്ക് ഇതിൽ വേറൊരു സംഭവം, ടോവിനോയുടെ എന്തോ ഒരു ക്യാരക്ടർ ഒരു മിസ്മാച്ച് എനിക്ക് തോന്നി. എനിക്ക് ഫീൽ ടോവിനോ മാത്രമേ തോന്നിയുള്ളൂ മൊത്തത്തിൽ. പക്ഷെ എനിക്ക് ടോവിനോയാണ് എടുത്തു നിന്നതായിട്ട് തോന്നിയത്. കാര്യം അത് പുള്ളിയുടെ ആക്ഷനിൽ പുള്ളി കിടിലാണ്. ആക്ഷന്റെ സാധനവും പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫൈറ്റ് ആ ഒരു സംഭവം, പിന്നെ തുടക്കത്തിൽ ഈ പുള്ളിയുടെ ഇങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കാണും, ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാണ് ആ ഒരു സമയത്തൊക്കെ നല്ല രസം. പക്ഷെ പുള്ളി ഈ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി തമാശയും പിന്നെ തിരുവനന്തപുരം സ്ലാങ്ങിന്റെ ഒരു അതിത്തിരി നമുക്ക് അങ്ങനെ കടുപ്പമായിരുന്നു. എനിക്കും പേഴ്സണലി ആ എബോ ആവറേജ് പടമായിട്ട് തന്നെ, പക്ഷെ ബിക്കോസ് ഓഫ് ക്ലൈമാക്സ് ആ ഒരു സമയത്ത് അത് നന്നായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ ഒരു ഇത് കുഴപ്പമില്ല, പിന്നീട് ലാസ്റ്റ് ഈ കഥയുടെ ഒരു കഥ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു നല്ല രസമായിട്ട് തോന്നുന്നു. അങ്ങനെയാണ് എന്റെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. സോ ആവറേജ്. ഇതിൽ ഇമോഷൻസ് അങ്ങനെ വർക്ക് ആവുന്നില്ല. പക്ഷെ എനിക്ക് ആദ്യത്തെ ഒരു സീൻ ഉണ്ടല്ലോ, ഈ ബേസിലിന്റെ ചേട്ടന്റെ ഒരു സ്റ്റോറിയും അതൊക്കെ അത് നല്ലതായിരുന്നു. പക്ഷെ ഇതിലോട്ട് വരുമ്പം ഇമോഷൻസ് അങ്ങനെ വർക്ക് ആവുന്നില്ല. ഇവരെ തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന്റെ സംഭവം ഒന്നും അങ്ങോട്ട് ആ ഒരു ഇത് കാണുമ്പോ നമുക്കൊരു ഈഗോ ക്ലാഷ് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. പക്ഷെ നല്ലൊരു സ്റ്റോറി ലൈൻ നല്ലതാണ്, നല്ലൊരു സ്റ്റോറി ലൈനും ആ കോൺസെപ്റ്റും സാധനങ്ങളും ഒക്കെ നല്ലതാണ്. ആ ഒരു വിനീത് ശ്രീനിവാസന്റെ ആ സാധനവും അതൊക്കെ നല്ല സാധനമാണ്. പക്ഷെ അതെന്തോ ഒരു സ്പൂഫ് മോഡൽ പോലെ തോന്നി. അതാണ് എനിക്ക് പടം മൊത്തത്തില് എന്ന് വെച്ചാൽ ബോറടി അങ്ങനെയൊന്നുമില്ലായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ രസമായിട്ട് അങ്ങോട്ട് കണ്ടോണ്ടിരിക്കാം. പക്ഷെ ഒരു സീരിയസ് മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ല. അവര് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു കോമഡി ആയിട്ട് പലയിടത്തും തോന്നും, അവരെ ഇമോഷനും ആ ഒരു സാധനവും. പിന്നെ എനിക്ക് തോന്നിയത് ബേസിലിന് റോൾ ഉണ്ടല്ലോ, ആ റോള് അങ്ങനെ എനിക്ക് അങ്ങനെ കൺവിൻസിങ് ആയിരുന്നില്ല. കുറെ അവര് തമ്മിലുള്ള പ്രണയവും കാര്യങ്ങളൊന്നും എന്തോ ആ കോളേജ് കുമാരനായിട്ടൊരു അക്സെപ്റ്റ് ചെയ്യാൻ കൺവിൻസ് ആയില്ല. ഞാനും ദാസനും ചിരിച്ച എപ്പോഴെന്ന് അറിയാമോ, നമ്മളിങ്ങനെ പരസ്പരം നോക്കി എപ്പോഴും പുള്ളിക്കാരൻ്റെ ഡിപ്പാർട്ട്മെന്റ് കേട്ടത്, അവിടെ ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് അപ്പൊ ഞാൻ ദാസനോട് ഇങ്ങനെ മുഖത്തോട് കുറെ കോമഡി കാണും. അത് സത്യം, അത് ഈ കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണ് ഇത് കുറച്ചുകൂടെ കണക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു കുറെ ഫെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടക്ട് ചെയ്യണവർക്ക് കുറച്ച് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഭാഗ്യവശാൽ എനിക്ക് സിനിമ എന്റെ കോളേജ് ലൈഫായിട്ട് ഒരു തീരെ ബന്ധമില്ല. അല്ല, പടം നമുക്ക് ചുമ്മാ പോയിരുന്ന നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം. അങ്ങനെ നമ്മള് മോശമായിട്ട് പറയുന്നൊന്നുമല്ല. ഈ ഇവര് ഉദ്ദേശിച്ചതാണോ നമുക്ക് കിട്ടിയെന്നുള്ളൊരു സംശയം. എന്റർടൈൻഡ് ആയി. പക്ഷെ അത് എങ്ങനെ എന്റർടൈൻഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അതൊരു കോമഡി പോലെ ഒരു സ്പൂഫ് പോലെയൊക്കെ തോന്നി. ഇനി എന്റെ പേഴ്സണലായിട്ട് അങ്ങനെ തോന്നി. എന്താ പല കാര്യങ്ങളും പലതായിട്ട് അതിൽ സീനിൽ അവര് നല്ല കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണത് എനിക്ക് ഭയങ്കര ചിരി വന്നു. അതാണ് ബേസിൽ പറഞ്ഞത്, അതാണ് തോന്നുന്നു. മൊത്തത്തിൽ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റിൽ അറിയിക്കുക. എന്തായാലും നാളെയാണ് ഇതിന്റെ ഒഫീഷ്യൽ റിലീസ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രീമിയം റിവ്യൂ പ്രീമിയർ റിവ്യൂ നമ്മളും ചെയ്തു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അതിരടിയുടെ നമ്മുടെ ഒപ്പീനിയൻ. അപ്പോഴെല്ലാരും പോയി ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു എന്റർടൈൻമെന്റ്, ഒരു നല്ല രസമുള്ള ഒരു സിനിമയാണ്. ഒരു എന്റർടൈൻഡ് ആയി. അപ്പോഴെല്ലാരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി തോന്നിയ കാര്യങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. പറഞ്ഞാൽ എന്തെങ്കിലും വിയോജിപ്പൊക്കെ ഉണ്ട് അതും കമന്റിൽ അറിയിക്കുക. അതെന്തായാലും ചെയ്യും. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു മൂവി സെഗ്മെന്റ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോ പുതിയൊരു മൂവി സെഗ്മെന്റുമായിട്ട് വരുന്നത് വരെയൊക്കെ ബൈ.